Hi students, yesterday we studied about permutations. A permutation is an arrangement in a definite order of a number of objects taken some or all at a time. The number of permutations of n different objects taken r at a time is denoted by npr, and it is equal to n into n minus 1 into n minus 2 into etc. into n minus r plus 1. We have another formula for NPR. It is NPR is equal to n factorial divided by n minus r factorial. You must note that 0 less than r less than or equal to n. Now we will do some more problems. Example 11. How many numbers lying between 100 and 1000 can be formed with the digits 0, 1, 2, 3, 4, 5 if repetition of digits is not allowed? ഇവിടെ നമുക്ക് കാണേണ്ടത് 100-ൻ്റെയും 1000-ൻ്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമെന്നാണ്. യൂസ് ചെയ്യേണ്ട ഡിജിറ്റ്സ് 0, 1, 2, 3, 4, 5 ആണ്. അപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യണത് 6 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 6 ഡിജിറ്റ്സ് ടേക്കൺ 3 അറ്റ് എ ടൈം ആയിട്ട് എടുത്താൽ 6p3 എന്ന് എടുക്കാം. പക്ഷേ ഈ 6p3 നമ്പേഴ്സിൽ ആദ്യത്തെ ബോക്സിൽ 0 വരുന്ന നമ്പേഴ്സും കൂടിയും വരും. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. കാരണം ആദ്യത്തെ ബോക്സിൽ 0 വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പേഴ്സ്, അതെന്തായാലും 100-ൻ്റെയും 1000-ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എത്ര എണ്ണം 0 ഫസ്റ്റ് ബോക്സിൽ വരുന്ന പോലത്തെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 3 ബോക്സ് ഫില്ല് ചെയ്യണ പോലെ കൺസിഡർ ചെയ്യുക. അതിൽ ഫസ്റ്റ് ബോക്സ് 0 കൊണ്ട് മാത്രമേ ഫില്ല് ചെയ്യണുള്ളൂ, അപ്പോൾ 1 വേ. പിന്നെ ബാക്കി 2 ബോക്സ് 5 ഡിജിറ്റ്സ് കൊണ്ടാണ് നമ്മൾ ഫില്ല് ചെയ്യണത്. അപ്പോൾ 5p2 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് റിക്വയർഡ് നമ്പേഴ്സ് എങ്ങനെ എഴുതാം? 6p3 മൈനസ് 5p2. 6p3 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 മൈനസ് 5p2 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4. അപ്പോൾ ആൻസർ നമുക്ക് 100 എന്ന് കിട്ടും. Next example 12. Find the value of n such that number 1 np5 equal to 42 np3 where n greater than 4. Second, np4 by n minus 1 p4 equal to 5 by 3 where n greater than 4. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. np5 equal to 42 np3 എന്ന് തന്നിട്ടുള്ളതാണ്. ഇനി np5 നമ്മൾ ഫോമുല വെച്ചിട്ട് എഴുതാൻ പോവാണ്. n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4. അതെങ്ങനെ എഴുതിയെന്നറിയാമല്ലോ. n നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഓരോ നമ്പർ കുറച്ച് 5 ഫാക്ടേഴ്സ് എഴുതണം. അപ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഈക്വൽ ടു 42 ഇൻറ്റു np3. ഇതുപോലെ ഫോമുല അപ്ലൈ ചെയ്യുക. n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2. ഇനി ഇവിടെ ലെഫ്റ്റിലും റൈറ്റ് സൈഡിലും n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 കോമൺ ആണ്. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് അത് ഡിവൈഡ് ചെയ്ത് കളയാം. ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 വി ഗെറ്റ് n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഈക്വൽ ടു 42. ഇനി ഇത് നമ്മൾ ബ്രാക്കറ്റൊക്കെ മാറ്റി സിംപ്ലിഫൈ ചെയ്താൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ n കിട്ടും. ഇക്വേഷൻ ഈസ് n സ്ക്വയർ മൈനസ് 7n മൈനസ് 30 ഈക്വൽ ടു 0. ഇത് നിങ്ങൾക്ക് നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a യൂസ് ചെയ്തിട്ട് എന്നിൻ്റെ 2 വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്തിട്ടും ചെയ്യാം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് 30യും ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 7ഉം വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ മൈനസ് 10ഉം പ്ലസ് 3യും ആണ്. അപ്പോൾ n മൈനസ് 10 ഇൻറ്റു n പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിൽ നിന്ന് എന്നിന് 10 എന്നുള്ള വാല്യൂയും കിട്ടും, എന്നിന് നെഗറ്റീവ് 3 എന്നുള്ള വാല്യൂയും കിട്ടും. ബട്ട് n മസ്റ്റ് നോട്ട് ബി നെഗറ്റീവ്. ദെർഫോർ വി ഗെറ്റ് n ഈക്വൽ ടു 10. അപ്പോൾ n ഈക്വൽ ടു 10 ആണ് ഇവിടുത്തെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് np4 ബൈ n മൈനസ് 1 p4 ഈക്വൽ ടു 5 ബൈ 3. അപ്പോൾ നമുക്ക് ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 3np4 ഈക്വൽ ടു 5 ഇൻറ്റു n മൈനസ് 1 p4. ഇനി np4ന് ഫോമുല അപ്ലൈ ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ 3 ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 4 ഫാക്ടേഴ്സാണ് എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു 5 ഇൻറ്റു ഇനി n മൈനസ് 1 p4 പോലെ 4 ഫാക്ടേഴ്സ് എഴുതണം. പക്ഷേ ശ്രദ്ധിക്കണം, ആദ്യത്തെ ടേം n മൈനസ് 1 ആണ് വരിക കേട്ടോ.
അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. n-1 ഇൻറ്റു ഒരെണ്ണം കുറച്ചാൽ n-2 ഇൻറ്റു n-3 ഇൻറ്റു n-4. അപ്പോൾ 4 ഫാക്ടേഴ്സ് എഴുതണം അവിടെ. ഇനി ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാ? n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3. ഇത്രയും കോമൺ ആണ്. അപ്പോൾ അത് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കളയാം. ദെൻ വി ഗെറ്റ് 3n = 5 ഇൻറ്റു n-4. അത് സിംപ്ലിഫൈ ചെയ്താൽ n = 10 കിട്ടും. അപ്പോൾ n = 10 ആണ് ആൻസർ. Next example 13. Find R if 5 into 4PR = 6 into 5PR minus 1. ഇവിടെ നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ NPRൻ്റെ ഫോമുല നമ്മൾ ഫാക്ടോറിയൽ വെച്ചിട്ടുള്ള ഫോമുലയാണ് എഴുതേണ്ടത്. കാരണം തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് R അറിയായിരുന്നു. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് R അൺനോൺ ആണ്. അപ്പോൾ R അറിയാത്ത കാരണം ഫാക്ടോറിയൽ വെച്ചിട്ടുള്ള ഫോമുല NPR = n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ, ആ ഫോമുലയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഗിവൺ 5 ഇൻറ്റു 4PR = 6 ഇൻറ്റു 5PR മൈനസ് 1 എന്ന് എഴുതാം. ഇനി 5 ഇൻറ്റു 4PRന് ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 - r ഫാക്ടോറിയൽ എന്ന് എഴുതാം. =6 ഇൻറ്റു ഇനി 5PR മൈനസ് 1ന് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 - of r മൈനസ് 1 ഫാക്ടോറിയൽ എന്നാണ് വരിക. അപ്പോൾ 5 - r + 1 ഫാക്ടോറിയൽ എന്നാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ലെഫ്റ്റ് സൈഡിൽ 5 ഇൻറ്റു 4 ഫാക്ടോറിയലിന് 5 ഫാക്ടോറിയൽ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 4 - r ഫാക്ടോറിയൽ. റൈറ്റ് സൈഡിൽ =6 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് ന്യൂമറേറ്ററിൽ വന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമ്മൾ ചെയ്യാൻ പോണത് ഇതാണ്. ഇവിടെ 5 - r + 1 ഫാക്ടോറിയലിനെ നമ്മൾ എഴുതാൻ പോണത് ഇങ്ങനെയാണ്: 4 - r ഫാക്ടോറിയൽ ഇൻറ്റു 5 - r ഇൻറ്റു 5 - r + 1 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതണത് ലെഫ്റ്റിലെയും റൈറ്റിലെയും 4 - r ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ചെയ്തത് ഇതാണ്. 5 - r + 1 ഫാക്ടോറിയലിനെ നമ്മൾ 4 - r ഫാക്ടോറിയൽ ഇൻറ്റു 5 - r ഇൻറ്റു 6 - r എന്ന് എഴുതണം. എന്നിട്ട് 4 - r ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ ന്യൂമറേറ്ററിലെ 5 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടണത് ഇതാണ്: 5 - r ഇൻറ്റു 6 - r = 6 എന്ന് വരും. ഇനി അത് സിംപ്ലിഫൈ ചെയ്താൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ r കിട്ടും. അത് സോൾവ് ചെയ്താൽ rന് 2 വാല്യൂ കിട്ടും, 8ഉം 3ഉം. r n-നേക്കാളും ചെറുതായിരിക്കണം എന്നുണ്ട് അല്ലേ? അപ്പോൾ n ഇവിടെ വന്നിരിക്കുന്നത് 4ഉം 5ഉം ആണ്. അപ്പോൾ ഇവിടെ പോസിബിൾ വാല്യൂ ഓഫ് r ഈസ് 3. Next example 14. Find the number of different 8-letter arrangements that can be made from letters of the word daughter so that number 1 all vowels occur together, number 2 all vowels do not occur together. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ചെയ്യാം. ഡോട്ടർ എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര 8-letter അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തെ ചെയ്യുമ്പോൾ കണ്ടീഷൻ ഇതാണ്: ഓൾ വവൽസ് ഒക്കർ ടുഗെദർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഒക്കർ ടുഗെദർ എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. അങ്ങനെയാണ് മെത്തേഡ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾ വവൽസ് ഒക്കർ ടുഗെദർ എന്നാണ്. ഇവിടെ 8 ലെറ്റേഴ്സാണ് ആകെയുള്ളത്. അതിൽ എയും യുവും ഇയും ആണ് വവൽസ് വന്നിരിക്കുന്നത്. അപ്പോൾ 8 ലെറ്റേഴ്സിൽ എ ഇ യു ഇത് 3 മാറ്റി നിർത്തിയാൽ നമുക്ക് 5 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി ആ വവൽസും എല്ലാം കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്താൽ 5ൻ്റെ കൂടെ ഒരു ഒബ്ജക്റ്റ് കൂടി. അപ്പോൾ 6 ഒബ്ജക്ട്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 6 ഫാക്ടോറിയൽ വേസ്, അല്ലെങ്കിൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 വേസിൽ അറേഞ്ച് ചെയ്യാം. അത് കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ എ യു ഇനെ നമുക്ക് എമംഗ് ദംസെൽസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 3 ഫാക്ടോറിയൽ വേസ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് ഓൾ വവൽസ് ഒക്കർ ടുഗെദർ ഈസ് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 4320. ഞാൻ ഒന്നുകൂടിയും പറയാം. ഡോട്ടർ എന്നുള്ള വേർഡിൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ എയും യുവും ഇയും വവൽസാണ്. അതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ 5 ലെറ്റേഴ്സിൻ്റെ കൂടെ ഈ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് കൂടി ആകുമ്പോൾ ടോട്ടൽ 6 ലെറ്റേഴ്സായി. 6 ലെറ്റേഴ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 6 ഫാക്ടോറിയൽ വേസ്.
അതിനുശേഷം ഈ 3 ലെറ്റേഴ്സ് ഉണ്ടല്ലോ, എയും യുവും ഇയും, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അറേഞ്ച് ചെയ്യാമല്ലോ. അത് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അത് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ ഈസ് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 4320. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയണത് ഇതാണ്, ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗെദർ. അപ്പോൾ നമ്മൾ ചെയ്യണ മെത്തേഡ് ഇതാണ്. ടോട്ടൽ എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. അതിൽ നിന്ന് വവൽസ് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ്സ് എത്ര ഉണ്ടെന്നുള്ളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗെദർ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, 8 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 8 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ 8 ഫാക്ടോറിയൽ മൈനസ് വവൽസ് ഒരുമിച്ച് വരാൻ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുവച്ചിട്ടുണ്ട്, 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോൾ അത് 8 ഫാക്ടോറിയൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഫോർ ആൻസർ ഇസ് 8 ഫാക്ടോറിയൽ മൈനസ് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 ഫാക്ടോറിയൽ കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുത്താൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 7 ഇൻറ്റു 8 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6. ദാറ്റ് ഈസ് ആൻസർ ഇസ് 36,000. ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് മോർ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗെദർ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യണ മെത്തേഡ് ആണ്, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, അത് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ 8 ഫാക്ടോറിയൽ മൈനസ് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ചെയ്താൽ മതി. ആൻസർ ഇസ് 36,000. Next example 15. In how many ways can 4 red, 3 yellow and 2 green discs be arranged in a row if the discs of same color are indistinguishable? അപ്പോൾ ഒരേപോലത്തെ ഡിസ്കുകൾ 4 റെഡ് ഉണ്ട്, 3 യെല്ലോ ഉണ്ട്, 2 ഗ്രീൻ ഡിസ്ക് ഉണ്ട്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് 9 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ തിയറം പറഞ്ഞിരുന്നു, തിയറം 4 വെച്ചിട്ട് ചെയ്യണം. നമ്മൾ അലഹബാദ് എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ യൂസ് ചെയ്ത ഫോമുലയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടോട്ടൽ 9 ഡിസ്ക് ആണുള്ളത്. അപ്പോൾ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം, 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്യണം. ഫോർ ആൻസർ ഇസ് 1260. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Next example 16. Find the number of arrangements of the letters of the word independence. In how many of these arrangements? Number 1, do the words start with P. Number 2, do all the vowels always occur together. Third, do the vowels never occur together. Fourth, do the words begin with I and end in P. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 12 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൽ N 3 ടൈംസ് വരുന്നുണ്ട്, E 4 ടൈംസ് വരുന്നുണ്ട്, D 2 ടൈംസ് വരുന്നുണ്ട്. അത് നിങ്ങൾ എഴുതി നോക്കണം. 12 ലെറ്റേഴ്സിൽ N 3 ടൈംസ് വരും, E 4 ടൈംസ് വരും, D 2 ടൈംസ് വരും. പിന്നെ ഒരു പ്രാവശ്യം വരണമെന്ന് നിങ്ങൾ നോക്കുക, എന്നിട്ടൊന്ന് ആഡ് ചെയ്യുക, 12 തന്നെ കിട്ടണില്ലേന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട് ആദ്യം, കണ്ടീഷനൊന്നും ഇല്ലാണ്ട്. അതിൻ്റെ ആൻസറാണ് ആദ്യം എഴുതേണ്ടത്. ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഈസ് 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. തിയറം ഏതാണ് അപ്ലൈ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? അലഹബാദ് എന്നുള്ള വേർഡിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ യൂസ് ചെയ്ത തിയറാണ്. N ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര PK ഫാക്ടോറിയൽ. അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 16,63,200 എന്ന് വരും. ഇനി അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഡു ദ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് P. ഇപ്പോൾ P വെച്ച് സ്റ്റാർട്ട് ചെയ്യണ എത്ര വേർഡ്സ് ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 12 ബോക്സ് ഫില്ല് ചെയ്യണ പോലെ കൺസിഡർ ചെയ്യാം. P വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ബോക്സിൽ P മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ഇൻറ്റു എന്നാണ് എടുക്കേണ്ടത്. ബാക്കി വരുന്നത് 11 ലെറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇതേ തിയറം തന്നെയാണ് അപ്ലൈ ചെയ്യണത്. 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വരും, വിച്ച് ഈസ് 1,38,600. നെക്സ്റ്റ് അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ചോദിച്ചിരിക്കുന്നത്, ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഡു ഓൾ ദ വവൽസ് ഓൾവേസ് ഒക്കർ ടുഗെദർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡാണത്. ഇതിൽ ഇൻഡിപെൻഡൻസിൽ എത്ര വവൽസ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ 12 ലെറ്റേഴ്സിൽ 5 വവൽസ് ആണുള്ളത്.
അതിൽ ഇ തന്നെ 4 ടൈംസും പിന്നെ ഐ ഒരു പ്രാവശ്യവും വരുന്നുണ്ട്. അപ്പോൾ 12 നിന്ന് 5 മൈനസ് ചെയ്യാം. ഇപ്പോൾ 7 ലെറ്റേഴ്സായി. ഈ 7 ലെറ്റേഴ്സിൻ്റെ കൂടെ വവൽസ് ഒരുമിച്ചൊരു സിംഗിൾ ലെറ്ററായിട്ട് എടുത്തു കഴിഞ്ഞാൽ 8 ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 8 ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യണത് എത്ര തരത്തിലാണെന്ന് നോക്കാം. അപ്പോൾ തിയറം 4 തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരും. 3 എന്ന് പറയുന്നത് n 3 ടൈംസ് വരണ കാരണം, അതുപോലെ d 2 ടൈംസ് വരുന്നത് കാരണം 2 ഫാക്ടോറിയൽ. അപ്പോൾ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വന്നു. ഇനി അതിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് വവൽസ് എമംഗ് ദംസെൽസ് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാൻ നോക്കണം. നമുക്കറിയാം 4 ഇയും ഒരു ഐയും ആണ്. അവിടെയും ഈ റിപ്പീറ്റ് ചെയ്യണതാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെയും ഇതേ തിയറം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് വരും. അത് മറ്റേതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. Therefore required number of arrangements in which vowels occur together is 8 factorial by 3 factorial into 2 factorial into 5 factorial by 4 factorial. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 16,800 എന്ന് കിട്ടും. ഞാൻ ഒന്നുകൂടിയും പറയാം. 12 ലെറ്റേഴ്സാണ് ആകെ ഉള്ളത്. അതിൽ 5 വവൽസ് വരുന്നുണ്ട്. ഇപ്പോൾ 12 നിന്ന് 5 മൈനസ് ചെയ്താൽ 7 ലെറ്റേഴ്സായി. അതിൻ്റെ കൂടെ വവൽസ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു സിംഗിൾ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്താൽ 7 + 1 അപ്പോൾ 8 ലെറ്റേഴ്സായി. ഇനി ഈ 8 ലെറ്റേഴ്സ് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ വരുന്നത് n അപ്പിയേഴ്സ് 3 ടൈംസ്, അത് കാരണം 2 ഫാക്ടോറിയൽ വരുന്നത് d അപ്പിയേഴ്സ് 2 ടൈംസ്, അത് കാരണം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഇൻറ്റു ചെയ്യണം. ഏത് 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. എന്താ കാരണം? വവൽസ് ഒരുമിച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവർ തമ്മിൽ അറേഞ്ച് ചെയ്യാം. എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? അത് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയലിന് എഴുതാൻ കാരണം ഈ 4 പ്രാവശ്യമുണ്ട്, 4 ടൈംസ് ഇ ഉണ്ട്, അത് കാരണം 4 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ അപ്പോൾ ആൻസർ 8 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 16,800. നെക്സ്റ്റ് അതിൽ തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഡു വവൽസ് നെവർ ഒക്കർ ടുഗെദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സിൽ നിന്ന് വവൽസ് ഒരുമിച്ച് വരുന്നത് മൈനസ് ചെയ്യുക. Total number of arrangements minus number of arrangements in which vowels occur together. That is 16,63,200 minus 16,800. That is 16,46,400. ഇനി അതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ. In how many of these arrangements do the words begin with I and end in P? അപ്പോൾ നമ്മൾ 12 ബോക്സസ് ഫില്ല് ചെയ്യണ പോലെ കൺസിഡർ ചെയ്തിട്ട് അതിൽ ആദ്യത്തെ ബോക്സ് ഐ കൊണ്ട് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, അവസാനത്തെ ബോക്സ് പി കൊണ്ട് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 വേയിലാണ്. അപ്പോൾ നമ്മൾ 1 കൊണ്ട് ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ എഴുതണില്ല 1 ആയ കാരണം. ഇനി ബാക്കി 10 ബോക്സസ് ഫില്ല് ചെയ്യണത് നോക്കിയാൽ മതി. ഇനി അപ്പോൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? എത്ര തരത്തിൽ ഫില്ല് ചെയ്യാം? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. കാരണം n 3 ടൈംസ്, ഇ 4 ടൈംസ്, ഡി 2 ടൈംസും വരുന്നുണ്ട്. അപ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 12,600. അതാണ് ആൻസർ. So we have done examples 11, 12, 13, 14, 15 and 16. അപ്പോൾ എക്സസൈസ് 7.3 1 to 7 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. ബാക്കി 8, 9, 10, 11 ഞാൻ ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കണം. 2-3 പ്രാവശ്യം കേൾക്കുക ക്ലാസ്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. പിന്നെ പ്രോബ്ലംസ് നല്ല തറവായിട്ട് പഠിച്ച് വെക്കണം. ഈ ടൈപ്പൊക്കെയാണ് വരുന്നത് സാധാരണ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെയും ചെയ്ത് പഠിക്കുക, തന്നെ കാണാതെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഹോംവർക്ക് 7 പ്രോബ്ലംസ് ചെയ്യുക. ബാക്കിയുള്ളത് ഞാൻ ചെയ്തിട്ട് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.